ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം. വിജനമായ ആശ്രമം, ശൂന്യമായ പർണശാല, അങ്ങിങ്ങ് ചിന്നിച്ചിറക്കിറക്കുന്ന ഇരിപ്പിടങ്ങൾ എന്നിവയിലെല്ലാം ദശരഥനന്ദനൻ വീണ്ടും വീണ്ടും നോക്കി. സീതയെ കാണാതെ രണ്ടു കൈകളും ഉയർത്തി ഉറക്കെ, ലക്ഷ്മണ, വൈദേഹി എവിടെയാണ്? എവിടേക്കാണ് പോയത്? എൻ്റെ പത്നിയെ ആരെങ്കിലും കവർന്നുകൊണ്ടു പോയോ? അഥവാ ആരെങ്കിലും കൊന്നു ഭക്ഷിച്ചുവോ? ആത്മനാഥേ, സീതയെ മരം മറിഞ്ഞ് ഒളിച്ചു നിൽക്കുകയാണോ? കളിക്കുകയാണെങ്കിൽ അത് മതിയാക്കൂ. ഹൃദയം വേവുന്ന എനിക്ക് ആശ്വാസം പകരുവാൻ അടുത്തേക്ക് വരൂ. നോക്കൂ സീതേ, നിന്നോടൊപ്പം വിശ്വാസത്തോടെ കളിച്ചിരുന്ന മാനുകളിതാ ബാഷ്പമൊഴുക്കി ചിന്തയിലാണ്ടു നിൽക്കുന്നു. ലക്ഷ്മണ, സീത വേർപെട്ടാൽ പിന്നെ ഈ ഞാൻ ജീവിക്കില്ല. പത്നി പിരിഞ്ഞ ദുഃഖത്താൽ മരണമടഞ്ഞ് പരലോകത്തിലെത്തുന്ന എന്നെ മഹാരാജ ദശരഥൻ കാണും. 14 ആണ്ട് വനത്തിൽ വസിക്കാമെന്ന് സത്യം ചെയ്ത നീ എന്തുകൊണ്ടാണ് അത് മുഴുവിപ്പിക്കാതെ വന്നത് എന്ന് എന്നോട് ചോദിക്കും. നീ എൻ്റെ ആത്മജനാണെന്ന് പറയുവാൻ യോഗ്യതയില്ലാത്തവനാണ് എന്നിങ്ങനെ താന്തോന്നിയും ദുഷ്ടനുമായി തീർന്ന എന്നോട് പിതാവ് അരുളി ചെയ്യും. കള്ളനെ സത് യശസ് എന്ന പോലെ, ഹേ ദേവി, എന്നെ വിട്ടു പിരിയരുതേ. സീത എന്നെ ഉപേക്ഷിച്ചാൽ എൻ്റെ ജീവൻ പോകും എന്നത് തീർച്ച. ഇങ്ങനെ വിലപിക്കുന്ന രഘുവര തിലകൻ ജനകരാജസുതയെ എവിടെയും കാണാത്തതിനാൽ വ്യസനാർണവത്തിൻ്റെ അടിത്തട്ട് വരെ എത്തി. ചേറിലാണ്ട കൊമ്പനാനയെ പോലെ വിഷമിക്കുന്ന അഗ്രജനോട് സുമിത്രാനന്ദനൻ ഹിതമായ വാക്കുകൾ ഇപ്രകാരം പറഞ്ഞു. മഹാപ്രഭുവായ അവിടുന്ന് ഇങ്ങനെ ദുഃഖിക്കരുതേ. എന്നോടൊപ്പം അവിടുന്ന് ദേവിയെ കാണുവാൻ യത്നിക്കണം. ശൂരാതിശൂരനായ ജ്യേഷ്ഠ, ഈ വൻകാട്ടിൽ വള്ളിക്കുടിലുകൾ ധാരാളമുണ്ട്. ജ്യേഷ്ഠത്തിക്ക് വനത്തിൻ്റെ മനോഹാരിത്വം കാണുവാൻ വളരെ ഇഷ്ടമാണെന്ന് അറിയാമല്ലോ. നിർമ്മല ജലത്തിൽ നീരാടുവാൻ ഭ്രാന്തു തന്നെയാണ്. ഒരുപക്ഷെ കാട്ടിൽ പോയിരിക്കും, അല്ലെങ്കിൽ പൂക്കൾ നിറഞ്ഞ പൊയ്കയിൽ ഉണ്ടായിരിക്കും. അതുമല്ലെങ്കിൽ ആറ്റുവന്യകളും മത്സ്യങ്ങളും നിറഞ്ഞ നദിയിൽ സ്നാനം ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു സമയം നമ്മെ ഒന്ന് ഭയപ്പെടുത്തി കളയാൻ എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും. ദണ്ഡകാരണ്യത്തിൽ എല്ലാ സ്ഥലത്തും ദേവിയെ അന്വേഷിക്കാം, കാണാതിരിക്കുകയില്ല. അവിടുന്ന് ഒട്ടും വ്യസനിക്കരുത്. അനുജൻ്റെ വാക്കുകൾ ശ്രീരാമചന്ദ്രന് അല്പം ആശ്വാസമേകി. സഹജനൊന്നിച്ച് സീതയെ അന്വേഷിപ്പാൻ തുടങ്ങി. പർവ്വത ഗുഹകളിൽ, പാർശ്വങ്ങളിൽ, കുടിമുടികളിൽ, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ ദശരഥനന്ദനന്മാർ തിരഞ്ഞു. എന്നാൽ ദേവിയെ എവിടെയും കണ്ടില്ല. ആ മാമലയിൽ മുഴുവൻ അന്വേഷിച്ചു നടന്ന ശ്രീരാമചന്ദ്രൻ നിരാശനായി സൗമിത്രിയോട്, ലക്ഷ്മണ, പതിവ്രതാരത്നമായ വൈദേഹിയെ ഈ ഗിരിയിലെങ്ങും കാണുന്നില്ല. ദണ്ഡകാരണ്യം മുഴുവൻ ചുറ്റി നടന്നു കഴിഞ്ഞു. സൗമിത്രി ദുഃഖാഗ്നിയിൽ വെന്തുരുകിക്കൊണ്ട് അഗ്രജനോട് ഉണർത്തി, പ്രഭോ, മഹാവിഷ്ണു മഹാബലിയെ ബന്ധിച്ച് ഭൂമിയെ എന്ന പോലെ ജനകാത്മജ ആയ ദേവിയെ അവിടുന്ന് നേടിയെടുക്കും. സ്നേഹസമ്പൂർണമായ വാക്കുകൾ രഘുരാമൻ്റെ ഹൃദയത്തെ വേദന കൊണ്ട് പിടയിച്ചു. ദീനസ്വരത്തിൽ, പ്രിയപ്പെട്ട അനുജ, ഈ കാട്ടിൽ എല്ലായിടത്തും താമരപ്പൂ വികസിച്ചു നിൽക്കുന്ന സരസുകളിലും ചോലകളുടെയും നദികളുടെയും തീരങ്ങളിലും പർവ്വതസാനുകളിലും ഗുഹകളിലും മുഴുവൻ സശ്രദ്ധം തിരഞ്ഞിട്ടും എൻ്റെ ജീവൻ്റെ ജീവനായ ജാനകിയെ കാണുന്നില്ലല്ലോ. ഇത്രയും അരുളി ചെയ്തപ്പോഴേക്കും ദാശരഥി ദുഃഖം കൊണ്ട് അല്പസമയം വശം കെട്ടു. ഹൃദയം വെന്ത് അനങ്ങാതെ ബോധമില്ലാത്ത മട്ടിൽ ഇരുന്ന് ചുടു നെടുവീർപ്പുകൾ ഇട്ട് കണ്ണീരാൽ തൊണ്ടയിടറി, ഹാ പ്രിയേ, സീതേ എന്നിങ്ങനെ അനേക പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ചു. ഭ്രാതൃഭക്തനായ ലക്ഷ്മണൻ തൊഴുതുകൊണ്ട് പല വിധത്തിലുള്ള സാന്ത്വന വാക്കുകൾ വിനീതനായി പറഞ്ഞു. എന്നാൽ ധർമ്മജ്ഞനായ അനുജൻ്റെ വാക്കുകളൊന്നും ശ്രീരാമചന്ദ്രൻ്റെ കർണങ്ങളിൽ പതിക്കാത്ത മട്ടിലാണ് അനുഭവം. ജീവനാഥയായ ജാനകീദേവിയെ അഴലെഴുന്ന സ്വരത്തിൽ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ വിളിക്കുകയാണ് ഉണ്ടായത്. ധാർമ്മികോത്തംസമായ രഘുവരൻ സീതയെ കാണാതെ മദനശര പീഡിതനായി തൻ്റെ മുന്നിൽ സഹധർമ്മിണി ഉണ്ടെന്ന ഭാവത്താൽ അവിടുന്ന് പറയുവാൻ അർഹതയില്ലാത്തവ കൂടി പറഞ്ഞു തുടങ്ങി. പ്രിയ പുഷ്പങ്ങൾ വികസിച്ചു നിൽക്കുന്ന അശോകവൃക്ഷങ്ങളുടെ ശാഖാനിരകളിൽ സ്വശരീരം മറച്ചുകൊണ്ട് നിൽക്കുന്ന നീ എനിക്ക് ശോകം വളർത്തുകയാണ്. പുഷ്പങ്ങളിൽ എത്രമാത്രമാണ് നിനക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. ദേവി, കദളിവാഴയിൽ മറന്നാലും ആ വാഴത്തണ്ടിൽ ഞാൻ കാണുന്നത് ദേവിയുടെ ഊരുക്കളാണ്. അതില്ലാതാക്കുവാൻ ദേവിക്ക് സാധിച്ചിട്ടില്ലല്ലോ. കൊന്നപ്പൂവുകളിൽ മറഞ്ഞു നിന്ന് എന്നെ കളിയാക്കിയത് മതി. പ്രിയേ, ദുഃഖമാണ് ഇതുകൊണ്ട് എനിക്കുണ്ടാകുന്നത്. സീതയെ നോക്കൂ, ഞാൻ ഏറ്റവും തളർന്നിരിക്കുന്നു. ദേവി, ഈ പരിഹാസകളി മതിയാക്കൂ. എനിക്കിതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. പ്രിയെ, ആശ്രമത്തിൽ വ്രതത്തോടെ വസിക്കുമ്പോൾ ഇത്തരം ക്രീഡാവിനോദം നന്നല്ല.
എൻ്റെ ജീവനാഥെ പരിഹസിക്കുന്നതിൽ ദേവിക്ക് അത്യധികം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഹേ വിശാലാക്ഷി, വരൂ, വേഗം വരൂ. ഈ ആശ്രമം ആകെ ശൂന്യമായിരിക്കുന്നത് കാണുന്നില്ലേ? ശ്രീരാമചന്ദ്രൻ നെടുവീർപ്പുകൾ തുടരെ തുടരെ ഇട്ടുകൊണ്ട് ജീവാധിക പ്രിയനായ അനുജനെ ദയനീയമായി നോക്കിക്കൊണ്ട്, ലക്ഷ്മണ, എൻ്റെ സീതയെ ഒരുപക്ഷെ രാക്ഷസന്മാർ കൊന്നു തിന്നിരിക്കും, അല്ലെങ്കിൽ കട്ടുകൊണ്ടു പോയിരിക്കും. എൻ്റെ വിലാപം കേട്ടാൽ ആ സുന്ദരിരത്നം വരാതിരിക്കുകയില്ല, തീർച്ച. കുമാര, കണ്ണീരൊഴുക്കുന്ന ഈ മാൻകൂട്ടം മൂകമായി പറയുന്നത് സീതയെ രാക്ഷസന്മാർ തിന്നു എന്നല്ലേ? എൻ്റെ ദേവി, എങ്ങോട്ടാണ് ഭവതി പോയത്? ഹേ സാധ്വീരത്നമേ, സുന്ദരി, ജീവേശ്വരി, ചെറിയമ്മ കൈകേയി ഇന്ന് കൃതകൃത്യയായി തീർന്നു. ദേവിയോടൊന്നിച്ച് അയോധ്യയിൽ നിന്ന് പോന്ന ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് മടങ്ങി ചെല്ലും? എങ്ങനെ അന്തപുരത്തിൽ പോകും? ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.